നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആദ്യ റൗണ്ട് മത്സരങ്ങൾ വേൾഡ് കപ്പിൽ കഴിയുമ്പോൾ കിരീട സാധ്യത ഇപ്പോൾ ആർക്കാണ് കൂടുതൽ? നമ്മൾ പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. വേൾഡ് കപ്പിന് മുമ്പ് നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിച്ചിരുന്നു. വേൾഡ് കപ്പിന് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ കിരീട സാധ്യതയിൽ മറിയലുകൾ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ നോക്കുന്നു. 48ാം സ്ഥാനത്ത് കുർസാവോ. നിങ്ങൾക്ക് സംശയമില്ലല്ലോ, 7-1 അവരെ തീർത്ത് കളഞ്ഞത് ജർമ്മനി. ആ ഗ്രൂപ്പിൽ നിന്ന് അവരിനി മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെ വളരെ കുറവായി കഴിഞ്ഞിട്ടുണ്ട്. 47ാമത് പനാമ. അവരിപ്പോൾ കഴിഞ്ഞ കളി ഗാനയോട് തോറ്റതാണ്. പക്ഷേ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. പവർ റാങ്കിൽ അവർ 47ാമത് നിൽക്കുന്നു. 46ാമത് ഇറാഖാണ്. ഇറാഖ് നോർവേയുടെ കയ്യിൽ നിന്നാണ് നല്ല പ്രഹരം അവർക്ക് ലഭിച്ചത്. ഏതായാലും അവർ ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല, ഏഷ്യൻ ടീമായിട്ടുള്ള ഇറാഖ്. അതേസമയം 45 ടുണീഷ്യക്ക് കിട്ടിയ പണി ശരിക്കും പറഞ്ഞാൽ സ്വീഡൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ പിന്നാലെ സംഭവിച്ച അവരുടെ കോച്ചിനെ തന്നെ സാക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ വെച്ചൊരു പുതിയ കോച്ചിനെ വെച്ചിട്ട് അവരെന്തായാലും ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 44 ഹെയ്ത്തിയാണ്. ഹെയ്ത്തി ആദ്യ കളിയിൽ ഒന്ന് പോരാടാനൊക്കെ നോക്കി, പക്ഷേ സ്കോട്ട്ലൻഡ് അവരെ തോൽപ്പിച്ചു. ഇനിയുള്ളത് ബ്രസീലാണ്, അത് കഴിഞ്ഞിട്ട് മൊറോക്കോയാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകളാണെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ നല്ല കട്ടക്ക് നിൽക്കുന്ന മികച്ച ടീമുകളാണ്. അവരോടൊക്കെ പോരാടി ഹെയ്ത്തി മുന്നേറി കിരീടത്തിലേക്ക് പോകുമെന്ന് നമ്മളാരും കരുതുന്നില്ല. 43ാമത് ജോർദാനാണ്. ഏഷ്യൻ ടീമുകളിലൊന്നായ ജോർദാനും ആദ്യ കളിയിൽ പരാജയമായിരുന്നു ഫലം. കിരീടത്തിലേക്ക് എന്തായാലും നമ്മൾ അവരെ കാണുന്നില്ല. 42ാമത് സൗത്ത് ആഫ്രിക്ക. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയോട് തോറ്റു എന്ന് മാത്രമല്ല, 2 താരങ്ങൾക്ക് റെഡ് കാർഡും കിട്ടി. വല്ലാതെ വലഞ്ഞു പോയ ഒരു അവസ്ഥയാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് കയറുമോ എന്നുള്ള സാധ്യത കുറവാണെന്ന് മാത്രമല്ല, എന്തായാലും കിരീട സാധ്യത ഒന്നും ആരും അവർക്ക് കാണുന്നില്ല. 41ാമതാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പോൾ കൊളംബിയ ഉസ്ബെക്കിന് തീർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇനിയിപ്പം പോർച്ചുഗലിനെതിരെയൊക്കെ മൂട്ടണം. അതുപോലെ കോങ്കോ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ കുഷാനോവിനെ പോലൊരു സൂപ്പർ താരം മാത്രം മതിയോ എന്നുള്ളതാണ് മുന്നോട്ട് പോകുമ്പോൾ അവർക്കുള്ളൊരു ചോദ്യം. ഫാബിയോ കന്നോരയാണ് അവരുടെ കോച്ച് എന്നുള്ളത് ശരിയാണ്, പക്ഷേ ടീം മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. 40ാം സ്ഥാനത്ത് പരാഗ്വേ USA ആണ് തകർത്ത് എറിഞ്ഞത്. ലാറ്റിൻ അമേരിക്കൻ ടീമുകളിൽ ഒരുപക്ഷെ വേൾഡ് കപ്പിൽ വീക്ക് പെർഫോമൻസ് നടത്തിയത് പരാഗ്വേ ആണെന്ന് പറയാൻ പറ്റില്ല, എന്ന് പറയേണ്ടി വരും. 40ാമതാണ് പരാഗ്വേ. 39 ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സമനിലയൊക്കെ പിടിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിൽ ഒരു പ്രതീക്ഷ അവരെന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇറാനെതിരെയുള്ള അവരുടെ സമനില നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് അവർക്കിനി ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറാൻ കഴിയും എന്നൊന്നും നമ്മളാരും കരുതുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ മുന്നേറിയാൽ തന്നെ കിരീടത്തിലേക്ക് എന്നുള്ള സാധ്യതയൊന്നും ഇല്ല എന്നുള്ളതാണ്. ആ മത്സരത്തിൽ അവർ സമനില പിടിച്ചു. 2-2 സമനിലയായിരുന്നല്ലോ അവർ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അടുത്തത് 39ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ന്യൂസിലാൻഡ് ആണെങ്കിൽ 38ാം സ്ഥാനത്തേക്ക് ഈ വേൾഡ് കപ്പിൽ ഇനി കിരീട സാധ്യത എന്ന് നമ്മൾ പറയുന്നില്ല, എങ്കിലും ഒരു പോരാട്ടം നടത്താൻ അവർക്ക് കഴിയും. അതവർ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളിയിൽ കാഴ്ചവെച്ചതാണ്. ഖത്തർ തന്നെ. അപ്പം ഖത്തർ 38, മലയാളി താരം ഉണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ ആരാധകർ ചെറിയ ഒരു ഇഷ്ടമൊക്കെ ഖത്തറിനോട് കാണിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 37ാം സ്ഥാനത്ത് അൾജീരിയ. അവർക്ക് ടീമുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ അതങ്ങ് കൃത്യമായിട്ട് നമ്മൾ കണ്ടില്ല. അത് പിന്നെ മെസ്സിയുടെ ഒരു മികവിന് മുന്നിൽ അവർ വീണ് പോയതാണ്. എങ്കിലും മുന്നേറി പോകാനുള്ള സാധ്യത കുറവാണ്. 37ാമത് അൾജീരിയ വരുമ്പോൾ 36ാമത് കേപ്പ് വെർദെ ഐലൻഡ്സ്. അവർ തീർച്ചയായിട്ടും സ്പെയിനെതിരെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നന്നായിട്ടൊക്കെ പോരാടിയാൽ അവർ റൗണ്ട് ഓഫ് 32-ലേക്ക് എത്തിയേക്കാം. അതിനപ്പുറത്തേക്കൊന്നും ഒരു കിരീട സാധ്യത ആരും അവർക്ക് കാണുന്നില്ലല്ലോ. 35ാമത് സൗദി അറേബ്യ. പറഞ്ഞ പോലെ ഗോൾ കീപ്പറുടെ മികവൊക്കെ നമ്മൾ കണ്ടൊരു പോരാട്ടത്തിലാണ് സൗദി അറേബ്യ സമനിലയൊക്കെ പിടിക്കുന്നത്. ഖത്തറിൽ അവർ അർജൻറ്റീനയെ തോൽപ്പിച്ചുകൊണ്ട് തുടങ്ങിയവരാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും അവർ സമനിലയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ വലിയൊരു കിരീട സാധ്യത അവർക്കില്ല. 35ാമത്. 34ാമതാണ് ഇറാൻ. ഏഷ്യയിൽ നിന്നുള്ള പ്രധാന ടീമുകളിലൊന്നാണ് ഇറാൻ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രതിസന്ധികൾ ഈ വേൾഡ് കപ്പിൽ നേരിടേണ്ടതുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്ത് റിക്കവറി ടൈമൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നു എന്ന് മെഹ്ദി തരേമി തന്നെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇറാൻ 34. 33 ചെക്കിയ ആദ്യ കളിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ദൂരം അവർ പോകും എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. 32ാമത് DR കോങ്കോ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പോർച്ചുഗലിനെ വിറപ്പിച്ച് കളഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും കിരീട സാധ്യതയൊന്നും നമ്മളാരും അവർക്ക് കാണുന്നില്ല. 31ാമത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. ബോസ്നിയ ഇറ്റലിയൊക്കെ തോൽപ്പിച്ച് വന്നതാണെങ്കിലും വേൾഡ് കപ്പിലുള്ളൊരു കുതിപ്പിന് സാധ്യത കുറവാണ്. 30ാം സ്ഥാനത്ത് കാനഡ. ആതിഥേയരായിട്ടുള്ള രാജ്യം. തീർച്ചയായിട്ടും അവർക്ക് മികച്ച ടീമുണ്ട്,
എന്നാൽ പോലും വലിയൊരു മുന്നേറ്റം നടത്താനുള്ള സാധ്യത കുറവാണ്. 29-ാം സ്ഥാനത്ത് ഘാന ആദ്യ കളി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കൻ ടീമിനും കിരീട സാധ്യതകളൊന്നും നമ്മളാരും കാണുന്നില്ല. 28-ാം സ്ഥാനത്ത് സ്കോട്ട്ലൻഡ്, അവരും ആദ്യ കളി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പ് വളരെ ടൈറ്റാണ്. ബ്രസീലും മൊറോക്കോയും ഒക്കെയുള്ളൊരു ഗ്രൂപ്പാണ്. സോ ഇനി എത്രത്തോളം സാധ്യത എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. 27-ാം സ്ഥാനത്ത് സെനഗൽ, സാദിയോ മാനയും ഇസ്മായിലെ സാറും നിക്കോളാസ് ജാക്സണും ഖാലിദു കൂലിബലിയും ഒക്കെയുള്ള ടീമാണ്. പക്ഷേ ആദ്യ കളിയിൽ ഫ്രാൻസിനെതിരെ കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ പറ്റിയില്ല. രണ്ടാം പകുതിയിൽ അവർ വീഴുകയും ചെയ്തു. ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ നോർവേ പോലുള്ള ശക്തരുണ്ട്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. 26-ാം സ്ഥാനത്ത് തുർക്കിയെ, മികച്ച ടീമാണ്. പക്ഷേ ഓസ്ട്രേലിയ അവരെ ട്രാപ്പിലാക്കി വീഴ്ത്തി കളഞ്ഞു. മുന്നോട്ട് പോകണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. 25-ാം സ്ഥാനത്ത് ഇക്കറോർ, മികച്ച ടീമാണ്. പക്ഷേ ഐവറി കോസ്റ്റിന് മുന്നിൽ വീണുപോയി. അത് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. 24-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനോടുകൂടി കളിക്കളത്തിലിറങ്ങി അതെങ്ങനെ റിസൾട്ടാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ടീമാണ് ഓസ്ട്രേലിയ. സോ ദേ ആർ അറ്റ് നമ്പർ 24. ദെൻ 23-ാം സ്ഥാനത്ത് സൗത്ത് കൊറിയ, മികച്ച പോരാട്ടവീര്യം കാഴ്ചവെക്കുന്ന സൗത്ത് കൊറിയ. ഏഷ്യൻ പ്രതീക്ഷയാണ് അവർ. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചെക്കിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നോക്കുക. 22-ാം സ്ഥാനത്ത് ഉറുഗ്വായി, മാർസലോ ബിയൽസയുടെ ഉറുഗ്വായി. ആദ്യ കളിയിൽ അവരെ സൗദി അറേബ്യ സമനിലയിൽ തളച്ചു. പക്ഷേ മികച്ച ടീമുണ്ട്, സാധ്യതകൾ ചിലരെങ്കിലും കാണുന്നുണ്ട്. ഈജിപ്ത് 21-ാം സ്ഥാനത്ത്. ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു വിജയം നേടാൻ പറ്റാത്ത ഈജിപ്താണ്. പക്ഷേ ബെൽജിയത്തിനെതിരെ 1-1 സമനിലയുണ്ട്. കിരീട സാധ്യത കാണുന്നില്ലെങ്കിലും അവർ മുന്നേറാൻ സാധ്യതയുണ്ട്. 20-ാം സ്ഥാനത്ത് ക്രൊയേഷ്യ, ഇംഗ്ലണ്ടിനോട് തോറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ടീം മികച്ച ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ 3-ാം സ്ഥാനത്തെത്തിയ ടീമാണ്. അതിനു മുമ്പ് 2-ാം സ്ഥാനത്തെത്തിയ ടീമാണ്. പിന്നെ മോഡ്രിച്ചിനെ പോലെയുള്ള വെറ്ററൻ താരങ്ങളുമുണ്ട്. സാധ്യതകളുണ്ട്. എത്ര ദൂരം മുന്നേറുമെന്നുള്ളത് കണ്ടറിയണം. ഓസ്ട്രിയ 19-ാം സ്ഥാനത്ത് നിൽക്കുന്നു. റാൽഫ് റാഗ്നിക്കിൻ്റെ ടീമിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് കണ്ടറിയണം. 18-ാമത് സ്വീഡൻ, സൂപ്പർ താരങ്ങളുണ്ട്. വിക്ടർ ഗ്യോക്കറസും അലക്സാണ്ടർ ഐസക്കും പിന്നെ യാസിൻ അയാരിയുടെ മിന്നും പ്രകടനവും ഒക്കെ കണ്ടല്ലോ. അവർ ടുണീഷ്യയെ തകർത്തെറിയുന്നത് കണ്ടു. വേൾഡ് കപ്പിൽ മുന്നേറിയേക്കാം, കിരീട സാധ്യത കുറവാണ്. 17-ാമത് സ്വിറ്റ്സർലൻഡ്, ആദ്യ കളിയിൽ അവരെ ഖത്തർ തളച്ചെങ്കിലും മികച്ച ടീമാണ്, മുന്നേറാനുള്ള സാധ്യതയുണ്ട്. 16-ാം സ്ഥാനത്ത് ഐവറി കോസ്റ്റ്, ആദ്യ കളി വിജയിച്ചു. ഇനി അവർക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് വരും റൗണ്ടിലൂടെയാണ് കൂടുതൽ വ്യക്തമാകുക. കൊളംബിയ 15-ാം സ്ഥാനത്ത്, മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ആദ്യ കളിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതവർ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ കരുതാം. ഉസ്ബെക്കിനെ വീഴ്ത്തി. അടുത്ത DR കോങ്കോക്കെതിരെ എന്ത് കളി. അതിനുശേഷം പോർച്ചുഗലാണ് എതിരാളികളായിട്ട് ഗ്രൂപ്പിൽ വരാനുള്ളത്. 14-ാം സ്ഥാനത്താണ് ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ. തീർച്ചയായിട്ടും മെക്സിക്കോ എല്ലാ വേൾഡ് കപ്പുകളിലും അടുത്ത റൗണ്ടിലേക്കൊക്കെ കടക്കാനുള്ള കണ്ടൻറ്റേഴ്സായിട്ട് നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇത്തവണ അവർക്ക് മികച്ച ടീമുമുണ്ട്. എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. പക്ഷേ കിരീട സാധ്യത ഒരൽപ്പം കുറവല്ലേ എന്നുള്ളതാണ് ചോദ്യം. 13-ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ആതിഥേയരിൽ ഏറ്റവും മികച്ച ടീമുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. മൗറിസിയോ പോച്ചറ്റിനോയുടെ കീഴിൽ മികച്ച ടീമുണ്ട്. ബലോഗനും അതുപോലെ തന്നെ സെർജിനോ ഡെസ്റ്റും ക്രിസ്ത്യൻ പുലിസിച്ചും ഒക്കെ ചേരുമ്പോൾ ആരെയും വിറപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ടീം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്കുണ്ട്. അവർ ഈ വേൾഡ് കപ്പിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയേക്കും. 12-ാം സ്ഥാനത്ത് ബെൽജിയം. സുവർണ്ണ തലമുറയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ തലമുറ എത്ര ദൂരം പോകും എന്നുള്ളത് കണ്ടറിയണം. KDBയെ പോലെയുള്ള പഴയ തലമുറക്കാർ ടീമിനോടൊപ്പമുണ്ട്. പിന്നെ ഡോക്കുവിനെ പോലെയുള്ള താരങ്ങളുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യത ഇത്തവണയും ബെൽജിയത്തിനുണ്ട്. 11-ാം സ്ഥാനത്ത് ജപ്പാൻ. ഏഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നമ്മൾ വെക്കുന്ന ടീമാണ് ജപ്പാൻ ആദ്യ കളിയിൽ മികച്ച രൂപത്തിൽ നെതർലൻഡ്സിനെ വെല്ലുവിളിക്കുന്ന കാഴ്ച കണ്ടു. അതും സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ് പുറത്ത് പോയൊരു ജപ്പാനാണ്. മിതോമയും അതുപോലെ മിനാമിനയും എൻഡോയും ഒന്നും ഇല്ലാതിരുന്നിട്ടും അവർ വെല്ലുവിളിക്കുന്നു. സോ വേൾഡ് കപ്പിൽ മുന്നേറിയേക്കും ജപ്പാൻ. 10-ാം സ്ഥാനത്ത് നെതർലൻഡ്സ്, റൊണാൾഡോ കുമാൻ്റെ നെതർലൻഡ്സ്. ജപ്പാൻ അവരെ വിറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കോച്ച് പറഞ്ഞ് ജപ്പാനാണ് പേടിച്ചതെന്ന്. ഏതായാലും നെതർലൻഡ്സ് പതിവ് പോലെ ഇത്തവണ കണ്ടൻറ്റേഴ്സാണ്. 9-ാമത് നോർവേ. വാവ് ഇതൊരു മികച്ച കുതിപ്പാണ്. എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ. ഹാലൻഡ് ബ്രേസുമായിട്ട് അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങിയിട്ടുമുണ്ട്. ഭയക്കണം നോർവേയെ. 8-ാം സ്ഥാനത്ത് മൊറോക്കോ. ഈ വേൾഡ് കപ്പിൽ കിരീട സാധ്യതയിൽ നമുക്ക് എട്ടാവുന്ന ടീമുകളിലൊന്നാണ് മൊറോക്കോ. അവരുടെ അയ്യൂബ് ബുവാദിയെ പോലുള്ള താരങ്ങൾ, സൈബരിയെ പോലുള്ള താരങ്ങൾ, ഹക്കീമിയെ പോലുള്ള താരങ്ങൾ എല്ലാവർക്കും ഭീഷണിയാകാൻ കപ്പാസിറ്റിയുള്ളൊരു ടീമാണ് തങ്ങളെന്ന് കൃത്യമായിട്ട് ബ്രസീലിനെതിരെയുള്ള കളിയിൽ അവർ കാണിച്ചു തന്നു കഴിഞ്ഞു. ഈ വേൾഡ് കപ്പിൽ അവർ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ മുന്നോട്ട് കുതിക്കുമെന്ന് തന്നെ ഉറപ്പാണ്. 7-ാം സ്ഥാനത്താണ് ബ്രസീൽ വരുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം അത്ര മികച്ചതായിരുന്നില്ല. രണ്ടാം പകുതി കുറച്ച് ബെറ്ററാക്കി. പക്ഷേ വേൾഡ് കപ്പിൽ എത്ര ദൂരം കണ്ടറിയണം. ടൈറ്റിൽ കണ്ടൻറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂട്ടുന്നു. 6-ാം സ്ഥാനത്ത് പോർച്ചുഗൽ. ആദ്യ കളി സമനിലയാണ്. പക്ഷേ പോർച്ചുഗലിൻ്റെ ടീമിൻ്റെ മധ്യനിരയുടെ ശക്തിയൊക്കെ വെച്ചിട്ട് നമുക്ക് അവരെ എഴുതി തള്ളാൻ പറ്റില്ല. 6-ാമത് പോർച്ചുഗൽ വരുമ്പോൾ 5-ാമത് ജർമ്മനി. അവരുടെ മിസൈൽ ആക്രമണ നിരയുടെ മിസൈൽ വർഷമാണ് നമ്മൾ ആദ്യ കളിയിൽ കണ്ടതെങ്കിൽ അത് ദുർബലരായിട്ടുള്ള എതിരാളികളോടാണ്. അടുത്ത കളിയോടുകൂടി അവർ കൂടുതൽ മികവിലേക്ക് എത്തും. കൂടുതൽ മികച്ച പോരാട്ട വീര്യം കാഴ്ചവെച്ച് വമ്പന്മാരെയൊക്കെ വീഴ്ത്തി
കുതിപ്പിലേക്ക് അവർ കടക്കും. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ കഥ മാറുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ. 5ാമത് ജർമ്മനി വരുമ്പോൾ 4ാമത് സ്പെയിൻ. ആദ്യ കളിയിലെ സമനില അത് കേപ്പ് വെർദെ അവർക്ക് കൊടുത്ത പണിയാണ്. സ്പെയിന് അത്ര വലിയ അജയ്യരൊന്നുമല്ല എന്നുള്ളത് തെളിഞ്ഞൊരു കളിയാണ്. സോ സാധ്യത ഇപ്പോഴും അവർക്കുണ്ട്. 3ാമത് ഇംഗ്ലണ്ട്. ക്രൊയേഷ്യക്കെതിരെയുള്ള കളിയിൽ അവരവരുടെ മികവ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധ്യത വർദ്ധിക്കുന്നു. അവരുടെ സൂപ്പർ താരങ്ങൾ ഗോൾ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ ഇംഗ്ലണ്ടിന് സാധ്യത. 2ാമത് ഫ്രാൻസ്. ആദ്യ പകുതി മോശമായിരുന്നു സെനഗലിനെതിരെ, പക്ഷേ 2ാം പകുതിയിൽ അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡംബലയും ഡെസേഡുവും മൈക്കൽ ഒലീസയും ഒക്കെ ചേരുന്ന മുന്നേറ്റ നിര ഏത് ടീമിൻ്റെയും ഡിഫൻസിനെ കയറി മുറിക്കും. കിരീട സാധ്യതയിൽ 2ാമതാണ് അവരെങ്കിൽ 1ാമത് അർജന്റീന. എന്തുകൊണ്ട് 1ാമത് അർജന്റീന? സാക്ഷാൽ ലിയോ മെസ്സിയുടെ സാന്നിധ്യം കൊണ്ട്, അദ്ദേഹം കളിക്കുന്ന കളിയുടെ രീതി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട് ഏത് ടീമിനെയും അദ്ദേഹത്തിൻ്റെതായ ദിവസത്തിൽ അർജന്റീന മറികടക്കുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. സോ കിരീട സാധ്യതയിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ അർജന്റീന. എത്രയും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ നമ്മൾ ആദ്യത്തെ 5 സ്ഥാനങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. കിരീട സാധ്യതയിൽ 1ാമത് അർജന്റീന, 2ാം സ്ഥാനത്ത് ഫ്രാൻസ്, 3ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 4ാം സ്ഥാനത്ത് സ്പെയിന്, 5ാം സ്ഥാനത്ത് ജർമ്മനി. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ വീഡിയോസ് അനുഭവിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തതാണ്.